മേരിയറ്റ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൽ കാണിക്കുന്നത്. അതിനായിട്ട് 3 കിലോ പച്ചരി പൊടിച്ചെടുത്തതാണ് ഇത്. നമ്മളിതിലേക്ക് അരിപ്പൊടി എടുക്കുമ്പോൾ വറക്കേണ്ട ആവശ്യമില്ല, വറക്കാത്ത പൊടിയാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ പൊടിയിലേക്ക് ആവശ്യത്തിന്, അതായത് 4 മുട്ടയോളം നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം എഗ്ഗ് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് മധുരം, നമ്മുടെ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നാളികേരപ്പാലിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. അതോടൊപ്പം തന്നെ കഴുകി വെച്ചിരിക്കുന്ന കുറച്ച് എള്ളും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരപ്പാൽ 4 നാളികേരത്തിൻ്റെ പാലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ലൂസിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി നാളികേരപ്പാൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഇതാണ് മാവിൻ്റെ പാകം. ഇതുപോലെ ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് മാവ് ഇരിക്കേണ്ടത്. നമുക്കിതുപോലുള്ള ഉരുളിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണ നന്നായി ചൂടാവുമ്പോൾ അച്ചപ്പത്തിൻ്റെ അച്ചും കൂടെ കുറച്ച് നേരം ഇതുപോലെ മുക്കി പിടിച്ച് ചൂടാക്കിക്കണം. അതിനുശേഷം മാവിൽ പകുതിയോളം മുക്കിയാൽ മതി, മുഴുവനായിട്ട് അച്ച് മുക്കണ്ട. ആ ഷേപ്പ് നമുക്ക് കിട്ടിയാൽ മതി. ഇതുപോലെ മുക്കിയിട്ട് നേരെ എണ്ണയിലേക്ക് കൊണ്ട് ഒരു 3-4 സെക്കൻഡിനുള്ളിൽ തന്നെ ഇങ്ങനെ വെച്ച് പിടിക്കുമ്പോൾ അത് തന്നെ ഇതുപോലെ വിട്ട് വന്നോളും. അങ്ങനെ തിരിച്ചു മറച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം.